നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ഈ ഒരു ബോഡിയാണല്ലേ. ഈ ബോഡിയെ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൂളായിട്ട് ഈ ശരീരത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് നമുക്ക് ബോഡിയുടെ ആ ഒരു റിതം മനസ്സിലാക്കണം. അതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബോഡി സിഗ്നൽസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബോഡി ഓൾവേസ് സ്പീക്ക് സിഗ്നൽസ്. അതായത് അത് നമ്മളുടെ അടുത്ത് നിന്ന് ഓരോ സിഗ്നൽസ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. എന്താണ് നമ്മളെ ഫീലിങ്സ്? ഹൗ ഡു ഐ ഫീൽ ഫിസിക്കലി റൈറ്റ് നൗ? നമ്മൾ ഒരു ദിവസത്തിൽ മിനിമം ഒരു 3-4 തവണ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ബ്രത്ത് നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബ്രത്ത് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന എന്തിനാണ്? നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ സ്ട്രെസ്സായിരിക്കുന്ന സമയത്തോ ആങ്സൈറ്റി ഉള്ള സമയത്തൊക്കെ നമുക്ക് ഹൃദയമിടിപ്പ് കൂടുതലായിരിക്കും. നോർമലി ഇരിക്കുന്ന സമയത്ത് അത് നോർമലി ഉള്ള അവസ്ഥയിലായിരിക്കും. ഈ ഒരു ഫീലിങ്സ് എന്താണെന്ന് കൃത്യമായി നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിതം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്തെ കാര്യം നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് എനർജി പാറ്റേൺ. നമ്മൾ മൊത്തത്തിലുള്ള ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രാവിലെയുള്ള ഒരു എനർജി പാറ്റേൺ ആയിരിക്കില്ല ഉച്ച സമയത്ത്. ആ ഉച്ച സമയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ വൈകുന്നേരം കുറച്ചുകൂടി ഒരു നല്ല ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല എനർജിയുള്ള ടൈം ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എനർജി പാറ്റേൺ ആയിരിക്കും ഓരോ വ്യക്തികൾക്കും ഉള്ളത്. ആ എനർജി പാറ്റേൺ കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് ഇത് നോട്ടീസ് ചെയ്യുന്നത്? നമുക്ക് ചില സമയത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള എനർജി ഉള്ള സമയത്ത് ഏറ്റവും നമ്മുടെ ബെസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന കാര്യം എന്താണോ ആ കാര്യം നമുക്ക് ആ ഒരു സമയം ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത കാര്യം ഫുഡ് ഇമ്പാക്റ്റാണ്. അതെ, നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മളുടെ ബോഡിയെയും അതുപോലെ തന്നെ മൈൻഡിനെയും നമുക്ക് ബാധിക്കുന്നുണ്ട്. ആഫ്റ്റർ യുവർ മീൽ യു ഹാവ് ടു ആസ്ക് ഹൗ ഡു ഐ ഫീൽ നൗ? നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു ഹെവി ആണോ? അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടോ? അല്ലെങ്കിൽ സ്ലീപ്പി മോഡാണോ? ഒരു സ്ലീപ്പി മോഡൊക്കെ തരുന്ന ഓയിലി ഫുഡ് പോലെയുള്ള ജങ്ക് ഫുഡ് പോലെയുള്ള നമുക്ക് പറ്റാത്ത ഫുഡുകളെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലേ. ഇറ്റ്സ് നോട്ട് ഈസി. വീണ്ടും പറയുകയാണ് ഞാൻ, ഇതൊരു ഈസി ആയിട്ടുള്ള തിങ്ങല്ല. നമ്മളെ തന്നെ ചെറിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ അതിൻ്റെ പിന്നാലെ കൂടേണ്ടതുണ്ട്. അഞ്ചാമത്തെ കാര്യം നമ്മളുടെ ആ ഒരു ബോഡി മൂവ്മെൻറ്റിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് രീതിയിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോഡിക്ക് ഏറ്റവും കൂടുതൽ ആയാസം തരുന്നത്? ഏത് രീതിയിൽ പോസ്റ്റർ നിൽക്കുമ്പോഴാണ് നമുക്ക് ഡള്ളായിട്ടുള്ള ഫീൽ ചെയ്യുന്നത്, നല്ല കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നത്? ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ചില ആളുകളൊക്കെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് ചില ജീവിതത്തിൽ വലിയ ഹൈ ലെവലിലൊക്കെ എത്തിയ ആളുകളൊക്കെ എപ്പോഴും നല്ല ക്ലാരിറ്റിയോടുകൂടി അവരിങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അസൂയപ്പെടൂലേ. അതിൻ്റെ കാരണം ഇതാണ്, അവരവരുടെ ബോഡിയെ കൃത്യമായിട്ട് ആ ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കാറ് നമ്മൾ വാങ്ങിയിട്ട് അത് ഉപയോഗിക്കുന്നത് അതിൻ്റെ മാനുവൽ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഓയിൽ ചേഞ്ച് ചെയ്ത് കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലോ അത് ഒരുപാട് കാലം നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യൂലേ. അതുപോലെ തന്നെയാണ് നമ്മളെ ബോഡിയും. നമ്മുടെ ബോഡി എത്രത്തോളം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളായിട്ട് നമ്മൾ ഈ ശരീരത്തിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊരു ഡീപ്പ് വർക്കാണ്. അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.